ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 20/7/2025 നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കോമൺ ടെസ്റ്റ് എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 3. കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവാണ്. ഓർത്തുവെക്കുക, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആര്? ഓപ്ഷൻ എ K കരുണാകരൻ. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ സി സുമൻ ബേരി. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ് എന്നാണ്. ഇത് തെറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഓർത്തുവെക്കുക, നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. ഫൈനൽ ആൻസർ കീയിൽ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുമായിരിക്കും. ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ ടെസി തോമസ്. ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. എവിടെ വെച്ചാണ് 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്ര ഉത്സവം നടന്നത്? ഓപ്ഷൻ സി ആലപ്പുഴ. 2023 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏത്? ഓപ്ഷൻ സി കാതൽ ദി കോർ. കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കഥകളി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി കണ്ണൂർ. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന NS മാധവന്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി തിരൂർ. ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം? ഓപ്ഷൻ ബി KP കേശവമേനോൻ. നവംബർ 15 ജാൻജാതീയ ഗൗരവ് ദിവസ് ആയി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിൻ്റെ സ്മരണാർത്ഥമാണ്? ഓപ്ഷൻ ഡി ബിർസ മുണ്ട. നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്ര? ഓപ്ഷൻ സി 1600 രൂപ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ ശരിയാണ്. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുദ്രാ യോജന. PMMY. മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ദരിദ്ര ഇടത്തര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക വായ്പാ പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി. യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നൽകുന്നതിനായി ആരംഭിച്ച പരിശീലന പരിപാടിയാണ് PM കൗശൽ വികാസ് യോജന, PMKVY. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മറവി രോഗം കണ്ടെത്തി വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി.
18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി. സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസ്കറ്റ് ബോളിനുള്ള പദ്ധതി ഏത്? ഓപ്ഷൻ സി ഹൂപ്സ്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി നൽകിയിരിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4 എന്നിവ തെറ്റാണ്. ഞാനിവിടെ വായിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവനകൾ: മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ജമ്മു കാശ്മീരിന് പ്രത്യേകം അധികാര പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന്? ഓപ്ഷൻ ബി 2019 ഓഗസ്റ്റ് 9. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ഓപ്ഷൻ ബി രാജീവ് കുമാർ. ഇതിൻ്റെ ആൻസറിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണെന്നും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണെന്നാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോഴും രാജീവ് കുമാർ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആൻസർ കറക്റ്റായിട്ട് അറിയാവുന്നവർ താഴെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചോദ്യം ഓർത്ത് വെച്ചോളൂ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാണെന്ന്. ഓക്കെ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ സംവിധാൻ സദൻ. 2024 താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലകൃഷ്ണ പിള്ളയാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി തെളിമ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി? ഓപ്ഷൻ ഡി മാലാഖ. ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര്? ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി ജൂലൈ 1, 2024. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? ഓപ്ഷൻ ബി തമിഴ്. തുലാവർഷം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ പെരിയാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി മുംബൈ. ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വളപട്ടണം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി പാമ്പാടും ചോല. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി വയനാട്. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഒഡീഷ.
നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പാലക്കാട്, കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏത്? ഓപ്ഷൻ എ വിഴിഞ്ഞം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത്? ഓപ്ഷൻ സി കൊച്ചി വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി കൊൽക്കത്ത. ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി കവച്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ ബി ടെക്നോ പാർക്ക്. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കീ ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏത്? ഓപ്ഷൻ സി കൈറ്റ്. 2024 ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി പ്രൊഫസർ മഹ്മൂദ് കൂരിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൽപ്പറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. S. സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഓർത്തു വയ്ക്കുക, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തന്. ഓക്കെ. ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ? ഓപ്ഷൻ സി PR ശ്രീജേഷ്. ലോക പ്രമേഹ ദിനം? ഓപ്ഷൻ സി നവംബർ 14. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഓപ്ഷൻ ബി ശ്വാസകോശം. ജലത്തിന്റെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം? ഓപ്ഷൻ സി ഇനാമൽ. താഴെ പറയുന്നവയിൽ ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ഡി സ്റ്റീല്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം? ഓപ്ഷൻ എ ഭൗതിക മാറ്റം. സിമന്റ്, ചരൽ, പരുക്കൻ, വെള്ളം എന്നിവയുടെ മിശ്രിതം? ഓപ്ഷൻ ഡി കോൺക്രീറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? ഓപ്ഷൻ എ കാൽസ്യം. സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത്? ഓപ്ഷൻ ബി വാതകം. ഖരം ദ്രാവകമായി മാറുന്ന താപനില? ഓപ്ഷൻ എ ദ്രവണാങ്കം. ജലത്തിന്റെ തിളനില? ഓപ്ഷൻ എ 100 ഡിഗ്രി സെൽഷ്യസ്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ളത്? ഓപ്ഷൻ ഡി വെള്ളം. വാതകത്തിൽ കണികകൾ? ഓപ്ഷൻ എ വളരെ അകലെയാണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം? ഓപ്ഷൻ ബി ബ്യൂട്ടെയിൻ. പെട്രോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം? ഓപ്ഷൻ ബി പെട്രോളിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം? ഓപ്ഷൻ സി അലൂമിനിയം. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി അനീമിയ. ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മുടികൊഴിച്ചിലിന് കാരണം? ഓപ്ഷൻ ഡി വിറ്റാമിൻ B7. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ സി ഓക്സിജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ ബി വിറ്റാമിൻ K. ഇനി 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്, എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. 10% സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിൻ്റെ ഇരട്ടിയാവും? ഓപ്ഷൻ എ 10. 1 -1 1 -1 എന്ന സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? ഓപ്ഷൻ സി 0. 8,20,118 എന്നതിൻ്റെ 0ത്തിന്റെ സ്ഥാനവില എന്ത്? ഓപ്ഷൻ എ 1000.
10 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് ഓപ്ഷൻ ബി 10 പൈ സെന്റിമീറ്റർ. 0.08% എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ എ 1000-ൽ 8. ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാവും? ഓപ്ഷൻ സി 3. 7/2 ഇൻറ്റു 3/5 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി 24. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 8 കൂട്ടിയാൽ 23 കിട്ടും. സംഖ്യ ഏത്? ഓപ്ഷൻ സി 3. ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും? ഓപ്ഷൻ ഡി 12. 5200 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി 10% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര? ഓപ്ഷൻ സി 5720. വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ബി ദീർഘദർശിത്വം. അഗ്നി, കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം. ഓപ്ഷൻ സി അങ്കാരം. ഫിഫ്ത്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ. ഓപ്ഷൻ ബി 5-ാം പത്തി. താഴെ കൊടുത്തവയിൽ ശരിയായ പദമേത്? ഓപ്ഷൻ സി കൃപാണം. സൂപ്പറിൻറ്റൻഡന്റ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം. ഓപ്ഷൻ ഡി മേൽനോട്ടക്കാരൻ. ധനത്തെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ധനം പ്ലസ് എ. ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാള വാക്യം ഏത്? ഓപ്ഷൻ സി മുമ്പോട്ട് പോകൂ. ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ ഡി ഹോമത്തിനുള്ള ദ്രവ്യം. ക്രിയാനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഓട്ടം. കപോതം എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ സി പ്രാവ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം. ഓപ്ഷൻ ഡി കൂടിയാട്ടം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം. ഓപ്ഷൻ ബി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം. ഓപ്ഷൻ സി ശംഖ്. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ്. ഓപ്ഷൻ എ തിരുമംഗലത്ത് നീലകണ്ഠൻ. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല. ഓപ്ഷൻ ഡി തെയ്യം. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ബൃഹദാരണ്യകോപനിഷത്ത്. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം. ഓപ്ഷൻ ബി ഗരുഡ പുരാണം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം. ഓപ്ഷൻ ബി വില്ലുവണ്ടി സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. ഓപ്ഷൻ ബി 1888. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം. ഓപ്ഷൻ സി 2008. ഓക്കെ, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്